Last week, we were able to give our answer to that. ആ മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. That's the answer that I gave them is what I have prepared to tell you all today. ആ ടോപ്പിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ജീസസ് ഫ്രം നോൺ ബിബ്ലിക്കൽ സോഴ്സസ്. The topic is Jesus from non-biblical sources. അതായത് ജീസസിനെ നിങ്ങൾ കോളേജിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ, there are chances you will face these kind of questions. In your high school years and in colleges, you may face these such questions that people may ask you. ജീസസ് മിത്തോളജി ആണ് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ, if somebody tells you that Jesus is all about a myth, നമ്മൾ പറയും ഞങ്ങൾക്ക് സ്ക്രിപ്ചറിൽ അങ്ങനെ ഉണ്ട്. We will defend it by saying we have it in scriptures. അവർ പറയും സ്ക്രിപ്ചർ നിങ്ങൾ എല്ലാവരും എഴുതിയതാണ്, അതുകൊണ്ട് അതൊരു സോളിഡ് പ്രൂഫ് അല്ല. They may defend and say scriptures is what you all have written, it is not a solid proof. നിങ്ങൾ ഈ ഗൂഗിളിലും വിക്കിപീഡിയയിലും ഒക്കെ നോക്കിയാൽ ജീസസ് നെവർ എക്സിസ്റ്റഡ്, ക്രൈസ്റ്റ് മിത്ത് തിയറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. When you look in social media, you will find that Jesus, Google and other medias, Wikipedia, you will see that Jesus never existed, or the myth of Christ and all those kind of things. ഒത്തിരി ആളുകൾ ആ നിലയിലൊക്കെ പറയുന്നവരുണ്ട്. There's a lot of people who say there are such things. എന്നാൽ നമ്മൾ ഹിസ്റ്ററി കൃത്യമായിട്ട് പഠിക്കുമ്പോൾ ജീസസിനെ പറ്റി നോൺ ബിബ്ലിക്കൽ സോഴ്സിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിൽ നിന്ന് സഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ട്. When we study history in sequence, we have sufficient data in the first and the second century Christianity about Jesus. ഒത്തിരി ആക്ഷേപങ്ങൾ ജീസസിനെ ആക്രമിക്കുന്നവർ ഉന്നയിക്കാറുണ്ട്. There are a lot of accusations that those who accuse Jesus talk about. Gospel writers അവരുടെ ഇഷ്ടത്തിന് എഴുതിയാന്നൊക്കെ പറയുന്നവരുണ്ട്. Some people say that gospel writers wrote the gospel according to their own wish. പോള് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജീസസിനെ ഗോസ്പൽ റൈറ്റേഴ്സ് പ്രസന്റ് ചെയ്യുന്ന പോലെ അല്ല പോള് പ്രസന്റ് ചെയ്യുന്നത്. Paul does not present Jesus as the gospel writers presented Jesus. ഇസ്ലാം അവിടെ ആക്രമിക്കാറുണ്ട്. Paul presented another Jesus. The Islamic people say that Paul presented another Jesus. വേറൊരു ആർഗ്യുമെന്റ് ഉള്ളത്, 4th സെഞ്ചുറിയിലെ എംപറർ കോൺസ്റ്റന്റൈൻ, he created Christianity and he created Bible, he gave divinity to Lord Jesus. ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. There's another accusation that in the 4th century, Constantine gave importance to Jesus and he created Christianity and gave divinity to Jesus. എന്നാൽ നമുക്ക് ഇതിനകത്ത് ബൈബിളിൽ നിന്നല്ല പ്രസംഗിക്കാൻ പോകുന്നത് കേട്ടോ. So it is not from the Bible that I'm going to tell you today. ഒരു വാക്യം എന്നാലും നമുക്ക് നോക്കാം. But let's turn to one scripture. 1 Peter 3. 1 Peter chapter 3. സെക്കൻഡ് പാർട്ട്, അതിന്റെ 15-ാം വാക്യത്തിന്റെ 1 പത്രോസ് 3-ന്റെ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? The second part of verse 15. ഇംഗ്ലീഷിൽ 2-ാം ഭാഗം, മലയാളത്തിൽ സെയിം ആണ്, ഇംഗ്ലീഷിൽ സെക്കൻഡ് പാർട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. But in your hearts revere Christ as Lord. Always be prepared to give an answer. ആ വാക്കുണ്ട്, always being prepared to make a defense to anyone who asks you for a reason for the hope that is in you. നിങ്ങൾ ആ വാക്യം കണ്ടോ? നമ്മുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ always be ready. എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. We have to always be ready for those who question our hope. With gentleness and respect, we have to give them an answer. ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ലിസൺ ടു മീ, സൂമിലൂടെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചേ.
വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയിൽ വളരെ വി ഹാവ് നോട്ട് മച്ച് എവിഡൻസ്, വളരെ കുറച്ച് എവിഡൻസ് നോൺ ബിബ്ലിക്കൽ സോഴ്സിൽ നിന്ന് ജീസസിനെ പറഞ്ഞിരിക്കുന്നുണ്ട്. We have very minimal sources that talks about Jesus in the first and the second centuries. അത് ലോകത്തിൽ ഒരാൾക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. Nobody can deny that. കാരണം അവരെഴുതിയേക്കുന്ന പുസ്തകങ്ങളിൽ നിന്നാണ് ഏൻഷ്യന്റ് കാലത്തെ പറ്റി നമുക്ക് ഇന്നും അറിവുള്ളത്. Whatever they wrote in those days, that's how we know about the ancient times, and nobody can deny that. നിങ്ങൾ ആരെങ്കിലും ജോസിഫസ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? Have you heard of the name Josephus? ഫസ്റ്റ് സെഞ്ചുറി ജീവിച്ചിരുന്ന ജൂവിഷ് ഹിസ്റ്റോറിയൻ ആയിരുന്നു ജോസിഫസ്. Josephus was the first historian who lived in the first century. അദ്ദേഹം he was not a Christian. He was not a Christian. ജൂ ആയിരുന്നു. He was a Jew. ഭയങ്കര ഓർത്തഡോക്സ് ജൂ ആയിരുന്നു. He was an Orthodox Jew. ആ ജോസിഫസിന്റെ ഒരു 3 തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കിന്റെ പേരാണ് ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ്. ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ്. The famous book that Josephus wrote was the Antiquities of Jews. ആ ബുക്കിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 3 റഫറൻസ് നോൺ ബിബ്ലിക്കൽ സോഴ്സ് ആണത്. ഹി വാസ് നോട്ട് എ ക്രിസ്ത്യൻ. അദ്ദേഹത്തിന്റെ എഴുത്തിൽ നിന്ന് 3 റഫറൻസ് ജീസസിനെ പറ്റി പറഞ്ഞേക്കുന്നത് നമുക്ക് കിട്ടും. In the book of Josephus that Josephus wrote, he was a non-Christian. So there is 3 references about Jesus in the book that he wrote. ഒന്നാമത്തെ സ്ലൈഡ് ഒന്നിടാമോ? ഫസ്റ്റ് വൺ. വായിക്കാൻ പാടാണല്ലേ, കാണാമോ നിങ്ങൾക്ക് ഇതില്? ഇത് കുഞ്ഞുങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. Can you read? Can you read? ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. Now there was about this time Jesus, a wise man, if it be lawful to call him a man, for he was a doer of wonderful works, a teacher of such men as receive the truth with pleasure. He drew over him both many of the Jews and many of the Gentiles. He was the Christ. And when Pilate, at the suggestion of the principal men among us, had condemned him to the cross, those that loved him at the first did not forsake him, for he appeared to them alive again the third day, as the divine prophets had foretold. These and 10,000 other wonderful things concerning him, and the tribe of Christians so named from him are not extinct at this day. ഇതിനകത്ത് ഇറ്റാലിക്സിൽ ചില വാക്കുകളുണ്ട്, ശ്രദ്ധിച്ചോ? ഇഫ് ഇറ്റ് ബി ലോഫുൾ, ഇറ്റാലിക്സ്. അത് ഈ ക്രിട്ടിക്കൽ സ്കോളേഴ്സ് പറയുന്നത് അത് ക്രിസ്ത്യൻസ് ആഡ് ചെയ്തതായിരിക്കാം. കാര്യം അത് വേദപുസ്തകത്തിനകത്തുള്ള കാര്യമാണ് അല്ലേ, ആ ഒരു പദങ്ങൾ വേദപുസ്തകത്തിനകത്തുള്ള കാര്യമാണ്. ആ ഇറ്റാലൈസ്ഡ് ചെയ്യാത്ത എല്ലാം ഫസ്റ്റ് സെഞ്ചുറി ജൂവിഷ് ഹിസ്റ്റോറിയൻ ആയിരുന്ന നോൺ ക്രിസ്ത്യൻ ആയിരുന്ന ജോസിഫസിന്റെ എഴുത്തിനകത്തുള്ളതാണ്. അതുകൊണ്ട് ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് എന്നുള്ളത് ഒരു മനുഷ്യനും ഡിനേ ചെയ്യാനായിട്ട് കഴിയില്ല. Nobody can deny the existence of Jesus on this earth, because the historian, the Jewish historian Josephus, he wrote very clearly about Jesus, and the people say that portions which are italicized is what people may have added, but the main content of it is that Jesus existed and Josephus wrote it down. എന്ന് പറഞ്ഞാൽ ജോസിഫസ് clearly affirms the existence of Jesus. Josephus clearly affirms the existence of Jesus. കോളേജിലാണെങ്കിലും നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് ഉടനെ ഞാനത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ തരാം. I'll give you a book that everybody can read. I'm getting it ready. ആര് ചോദിച്ചാലും നമുക്ക് പറയണം, ബൈബിളിന് പുറത്ത് we have evidences.
You must say that there is evidence that Jesus exists. ജൂബിഷ് ഹിസ്റ്റോറിയനായ ജോസിഫസിനെ ആരും തള്ളുകയില്ല. Nobody will deny the Josephus, who was a Jewish historian. ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദന്മാരുടെ ഇടയിൽ നടന്ന പല കാര്യങ്ങളും റോമാക്കാരുടെ ആക്രമണങ്ങളും എല്ലാം ജോസിഫസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. From Josephus, the historian Josephus, we learn a lot of things about the Roman Empire, the Greeks, and how they attacked. Everything is there by that, written very clearly by that historian. ആ ആന്റിക്വിറ്റീസ് ഓഫ് ജൂസിനകത്ത് ജോസിഫസ് രണ്ടാമതൊരു റെഫറൻസ് എഴുതുന്നുണ്ട്. In that book, The Antiquities of Jesus, Josephus has a second reference. ജെയിംസ് ദ ബ്രദർ ഓഫ് ജീസസ് എന്നൊരു റെഫറൻസ് ഉണ്ട്. ജെയിംസ് ദ ബ്രദർ ഓഫ് ജീസസ്. He talks about James, the brother of Jesus. ആ രണ്ടാമത്തെ സ്ലൈഡ് ഇടാമോ? The next slide. അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഫെസ്റ്റസ് അത് സൻഹെൻഡ്രിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഫെസ്റ്റസ് വാസ് നൗ ഡെഡ് and Albinus was but upon the road. So he assembled the Sanhedrin of judges and brought before them the brother of Jesus, who was called Christ, whose name was James. So this is the statement that Josephus wrote in his book, the second reference. നോക്കിയേ, ഇവിടെ ജോസിഫസ് ജീസസിനെ എഴുതുമ്പോൾ ഒരു ഫെമിലിയർ പേഴ്സണെ എഴുതുന്ന പോലാണ് എഴുതിയേക്കുന്നത്. ശ്രദ്ധിച്ചോ? In this book, we see that Josephus wrote about Jesus as a person who's very well known, a familiar person. അല്ലെങ്കിൽ ആ ജെയിംസ് ദ ബ്രദർ ഓഫ് ജീസസ് എന്ന് എഴുതണമെങ്കിൽ he knows who was Jesus. Josephus knew who Jesus was, and so he wrote the James, the brother of Jesus. അല്ലെങ്കിൽ ആദ്യം ജീസസിനെ പരിചയപ്പെടുത്തണമായിരുന്നു. അങ്ങനെ പരിചയപ്പെടുത്തുന്നില്ല. ജെയിംസ് വാസ് ദ ബ്രദർ ഓഫ് ജീസസ്. അങ്ങനെങ്കിൽ he knows Jesus. So Josephus knew Jesus, and otherwise he should have mentioned that James, the brother of, would have introduced Jesus first, and then would have told about James. But here he's saying James, the brother of Jesus. അതിൽ നിന്ന് ഈ ഒരു കോട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്നറിയാമോ? ജോസിഫസിനെ ജീസസിനെ ബൈബിളിന്റെ പുറത്തായി അങ്ങനെ അറിയാമായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് ജോസിഫസിന്റെ എഴുത്തുകളിൽ ജീസസിനെ നമുക്ക് കാണാം. ഓർത്തോളുക, ജോസിഫസിന് ഇപ്പൊ ജീസസിനെ പറ്റി എഴുതേണ്ട കാര്യമില്ല. ഹി വാസ് നോട്ട് എ ക്രിസ്ത്യൻ. Josephus had no reason to write about Jesus, but since Jesus was a well-known figure, Josephus wrote about Jesus in his books. Here Josephus refers to Jesus without first identifying him, which suggests that Josephus had earlier identified Jesus, lending support to the idea that the first quote cited was written by Josephus and is an authentic witness to Jesus' existence. So we know that Jesus' existence was authentic, and Josephus writes that clearly out for us. അങ്ങനെയെങ്കിൽ we have very clear evidences about the existence of Jesus from the first century document of Josephus' writings. So from Josephus' writings, we have clear evidence that Jesus existed and that the existence of Jesus. നമുക്ക് അതിനെപ്പറ്റി ഒരു സംശയം ഉള്ളതുകൊണ്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ വളരെ പോപ്പുലർ ആയ ഒരു പുസ്തകം. കഴിഞ്ഞ ആഴ്ചയിൽ ഈ വിഷയത്തെ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. എനിക്ക് ഈ പേപ്പർ അവതരിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം we have very clear evidence. You know, last week, based on that book that was written in Kerala, I had to defend on the questions that arose on the media. So there's no question that Jesus existed based on the evidence that we have. Praise the Lord. വേദപുസ്തകത്തിന് we have sufficient evidence. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇത്രയും ഈ പുസ്തകത്തിന്റെ അത്രയും ഏർലിയസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ഉള്ള ഫ്രാഗ്മെന്ററി ഉള്ള ഒരു പുസ്തകവും ഏർലി സെഞ്ചുറീസിലില്ല. ഇതാണ് ഏറ്റവും ഒതന്റിക്. The most authentic and oldest book that exists is this Word of God, and it was in fragments, and it has existed since the manuscripts from the first century, the oldest century. ഈ ന്യൂ ടെസ്റ്റ്മെന്റിന് എല്ലാവരും ഓർത്തിരുന്നോണം, ഗ്രീക്കിൽ ആദ്യത്തെ AD ഈ നമ്മുടെ ഈ ഗുട്ടൻബർഗ് മിഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ ഹാൻഡ് റൈറ്റിംഗ് ഇതായിരുന്നല്ലോ. The New Testament was handwritten before the printing press was formed.
ഗ്രീക്കിൽ എത്ര പേജസ് ഇന്ന് അവൈലബിൾ ആണെന്നറിയാമോ? അന്ന് AD 1500 മുമ്പ് എഴുതിയത് Before 1500s, when it was written in Greek, you know how many? 2.5 million pages of manuscript. 2.5 million pages of manuscript is available on the Only in Greek. only in Greek of the New Testament. അതായത് ഓൾമോസ്റ്റ് 5700ഓളം ഫുൾ ആൻഡ് ഹാഫ് ബൈബിൾ അവൈലബിൾ ആണ്. Almost 5,000 plus full and half Bibles are available. ലാറ്റിനിൽ more than 10,000 copies. 10,000 means whole ആയിട്ടും partial ആയിട്ടും. 10,000, almost 10,000 copies were available in Latin, both whole and part of the book. എന്നാൽ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചേക്കുന്ന റോമൻ ഹിസ്റ്ററിയും ഗ്രീക്ക് ഹിസ്റ്ററിയുടെ ഒക്കെ എത്ര ഫ്രാഗ്മെന്റ് അവൈലബിൾ ആണെന്നറിയാമോ? 3 എണ്ണം 4 എണ്ണം 5 എണ്ണം ഒക്കെ ഉള്ളൂ. എന്നാൽ സ്ക്രിപ്ചറിന്റേതോ 2.5 million pages. The Roman history and the Greek history that we learned in school, they are all available only in 2 or 3 fragments, but the scripture is available in millions of copies. Praise the Lord. Praise the Lord. കർത്താവ് അതിനെല്ലാം സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ്. The Lord had secured all the pages of the scriptures. എനിക്കാണെങ്കിൽ ഒത്തിരി അങ്ങ് പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷേ അത്ര നമുക്ക് ഒരെണ്ണം കിട്ടിയില്ല. ഒരെണ്ണം. You got one evidence, correct? I want to tell you all, teach you all the evidences, but at least hope you got the first evidence. ഇനിയും ഞാൻ ഒരു 4, please remember these names at least. 4, I'm going to tell you 4 names, so at least 4 Roman historiansന്റെ പേര് ഞാൻ പറയാം. I'm going to tell about the Roman historians, 4 of them. ചില പേരുകൾ നമുക്ക് പരിചയമായിരിക്കാം. Some names maybe you may be familiar with. ഒന്ന് പ്ലൈനി ദ യങ്ങർ. പ്ലൈനി, PLINY, പ്ലൈനി ദ യങ്ങർ. First one is Pliny the Younger. ഈ ബിഗിനിങ് ഓഫ് 2nd സെഞ്ചുറിയിലെ ഇന്നത്തെ ടർക്കിയിൽ ബിദുന്യയിൽ ജീവിച്ചിരുന്ന he was a Roman governor. He was a Roman governor that lived in Bithynia in present Turkey. During the time of Emperor Trajan. During the time of Emperor Trajan. അദ്ദേഹം AD 112 he wrote a letter to Trajan. ട്രാജൻ ഒരു ലെറ്റർ എഴുതി. In AD 112 he wrote a letter to Trajan. ആ ലെറ്ററിന്റെ പേര് പ്ലൈനി ലെറ്റേഴ്സ്. ചാപ്റ്റർ 10 വേഴ്സ് 96-ൽ പ്ലൈനി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും they knows who is Pliny. Those who know, learn history, they know who's Pliny, and he wrote a letter, and in chapter 10 and verse 96 അദ്ദേഹം അതിനകത്ത് എഴുതിയേക്കുന്ന ഒരു കാര്യമാണ്. പ്ലൈനി added that. Yeah, can you read that? Yeah. എന്ന് പറഞ്ഞാൽ യേശുവിനെ ദൈവമായിട്ട് പാടി മഹത്വപ്പെടുത്താൻ ക്രിസ്ത്യാനികൾ എല്ലാ ആഴ്ചയിലും കൂടി വരുമായിരുന്നു. Pliny wrote this letter to Trajan saying that all the Christians are meeting together every week to sing about Christ, and that's what he wrote in his letter. നോക്കിയേ, beginning of 2nd century. That was the beginning of 2nd century. യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചിട്ട് 10 വർഷമായതേ ഉള്ളൂ. It was only 10 years after John the Apostle died. ഞാൻ ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്റെ പഠനത്തിനായിട്ട് വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്നറിയാമോ? ഇദ്ദേഹം പറയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച രാജ്യത്തിന് ഭീഷണിയാണെന്നാണ് പ്ലൈനി എഴുതിയിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച. When I had to study about the history, I studied that Pliny wrote that Christianity is a threat to the nation. നിങ്ങൾ 2-3 നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി പഠിച്ചാലുണ്ടല്ലോ, almost 60 lakhs people gave their life to the Lord. During the 2nd century, if you learn that history, 2nd and 3rd centuries, 60 lakh people gave their lives to the Lord Jesus. 60 ലക്ഷം ആളുകളാണ് കർത്താവിന് വേണ്ടി മരിച്ചത്. Approximately 60,000 people died at that time. നോക്കിയേ, അങ്ങനെയെങ്കിൽ റോമൻ ഹിസ്റ്ററി പഠിക്കുന്ന ആർക്കും ട്രാജൻ എംപററിന്റെ കാര്യം പറയുമ്പോൾ കണ്ണടയ്ക്കാൻ പറ്റില്ല. Nobody can deny the fact when they study about the Roman history that ബിഥുന്യയുടെ ഗവർണറായ പ്ലൈനിയെ മാറ്റാൻ പറ്റില്ല. Nobody can remove Bithynia as governor Pliny. അവരുടെ എഴുത്തിനകത്ത് പറഞ്ഞേക്കുവാണ് ക്രിസ്ത്യൻസ് എല്ലാ ആഴ്ചയിലും കൂടുന്നു. അവര്
എംബറിന്റെ ഇമേജിനെ വർഷിപ്പ് ചെയ്യുന്നില്ല, അവർ ക്രിസ്തുവിനെ ദൈവമായി പാടി മഹത്വപ്പെടുത്തുന്നു എന്നാണ് പ്ലൈനി തന്റെ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. In their letters, Pliny wrote that Christians are not worshipping the emperor, but they are worshipping God, gathering together and worshipping Christ. അങ്ങനെങ്കിൽ ജൂവിഷ് ഹിസ്റ്റോറിയനായ ജോസിഫസിന്റെ എഴുത്തുകളിൽ we have references. We have reference from Josephus' letters who was a Jewish person about Christ. റോമൻ ഹിസ്റ്റോറിയനായ പ്ലൈനി എഴുതിയേക്കുന്നു. Roman historian Pliny also wrote about Jesus. ഇനിയും വളരെ ഫേമസ് ആയ മറ്റൊരു റോമൻ ഹിസ്റ്റോറിയനാണ് സെറ്റോണിയോസ്. Another famous Roman historian is Suetonius. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ, സെറ്റോണിയസ് പറഞ്ഞേക്കുന്ന കാര്യമാണ്. Suetonius said. Suetonius was a Roman historian and wrote about a riot in Rome for which Emperor Claudius expelled the Jews in AD 49. He said the riot was caused at the instigation of Christus. Almost all scholars today agree that Suetonius confused Christus with the Christus and that this is a reference to Jesus Christ. So Suetonius referred to Jesus Christ also. ഇതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആക്ട്സ് 18:2 റോമാക്കാരെല്ലാം യഹൂദന്മാരെല്ലാം റോമാ പട്ടണം വിട്ടു പോകണം എന്നൊരു റെഫറൻസ് ഉണ്ടല്ലേ? In Acts chapter 2, we read a reference that all the Jewish people have to go to the Roman city. അക്വിലയും പ്രിസ്കില്ലയും അങ്ങനെയാണ് കൊരിന്തിൽ വന്നത് എന്നവിടെ വായിക്കുന്നുണ്ട്. And we read that Aquila and Priscilla came to Corinth in that manner. ഫസ്റ്റ് റോമൻ 16 വായിക്കുന്നുണ്ട്, അക്വിലയും പ്രിസ്കില്ലയും റോമിലായിരുന്നു, അവർക്കൊരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. In Romans 16, we read that Aquila and Priscilla were in Rome and they had a church there. ആക്ട്സ് 18 നമ്മൾ വായിക്കുന്നത് എല്ലാവരും വിട്ടുപോകാനായിട്ട് ക്ലൗഡിയോസ് കൽപ്പന പുറപ്പെടുവിച്ചു. In Acts chapter 16, we read that Claudius asked everybody to leave the place. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾ എല്ലാവരും വിട്ടുപോകാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അത് സെറ്റോണിയസ് നോട്ട് ചെയ്തേക്കാണ് തന്റെ ഹിസ്റ്റോറിക്കൽ ബുക്കിനകത്ത്. What Claudius had said to ask the people to leave, that is what Suetonius noted in his writings. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ കണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് അവിടെ പറഞ്ഞേക്കുന്നത് കണ്ടോ? അതായത് ക്രിസ്റ്റസും ക്രിസ്റ്റൂസും തമ്മിൽ ഒരു വാക്കിന് വ്യത്യാസമുണ്ട്. അത് ഹിസ്റ്റോറിയന്മാർ പറയുന്നത് ആ ക്രിസ്റ്റസ് എന്ന് പറയുന്ന തന്നെയാണ് ക്രിസ്റ്റൂസ്. ക്രിസ്റ്റൂസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എന്നാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? You see the spelling difference here. Same Christus means Christ actually. നോക്കിയേ, അങ്ങനെങ്കിൽ പ്ലൈനി ദ യങ്ങർ, Pliny the younger, Suetonius, അവർ രണ്ടുപേരും റോമൻ ഹിസ്റ്റോറിയൻസ് ആണ്. അവർ ക്രിസ്ത്യൻ അല്ല, ജൂ അല്ല, ജെന്റയിലാണ്. They were against Christianity. The Suetonius and Bithyny are Roman people. They're not Christians, they're Gentiles, but they're talking about Christ. അടുത്ത ഒരു സ്ലൈഡ് ഒന്ന് നോക്കിയേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോമൻ, നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കിട്ടും, ടാസിറ്റസ്. You will hear about Tacitus wherever you search. അദ്ദേഹത്തിന്റെ എഴുത്തിന് അനൽസ്, ANALLS, അനൽസ് ഓഫ് ടാസിറ്റസ് എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഗൂഗിൾ ചെയ്താൽ കിട്ടും. If you Google now Annals of Tacitus, you will get his lot of information. The greatest historian of Rome. He was the greatest Roman historian. അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കിയേ. അദ്ദേഹത്തിന് ഇവരെല്ലാം ഉണ്ടല്ലോ, ഫസ്റ്റ് സെഞ്ചുറി ആൻഡ് ബിഗിനിങ് ഓഫ് സെക്കൻഡ് സെഞ്ചുറി, ഫസ്റ്റ് സെഞ്ചുറി ആൻഡ് ബിഗിനിങ് ഓഫ് സെക്കൻഡ് സെഞ്ചുറി. All these people that I said lived between first century and the beginning of second century. അദ്ദേഹത്തിന്റെ ആ എഴുത്തിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്. He said the name Christian comes from Christ, a person who had been executed as a criminal by the prosecutor Pontius Pilate in the reign of Tiberius. Annals എന്ന് പറഞ്ഞാൽ തന്റെ പുസ്തകം, Annals of Tacitus തന്റെ പുസ്തകമാണ്. Chapter 15 verse paragraph 44. This reference not only confirms Jesus' existence but also gave a time frame for his death between AD 26 and 36. ഒരു സെന്റൻസ് കൂടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ടാസിറ്റസ് ഓൾസോ കൺഫേം ദാറ്റ് ജീസസ് ഫോളോവേഴ്സ് ഇൻക്രീസ്ഡ് ഇൻ നമ്പർ ആഫ്റ്റർ ഹിസ് ഡെത്ത്. Moving from Jerusalem all the way to Rome,
The writings of Tacitus were also well attested as historically reliable by scholars that we could argue for Jesus' existence based on this witness alone. എന്ന് പറഞ്ഞാൽ വേറെ ആരുടെ എടുത്തു വേണ്ട, ഇന്ന് ഏത് ഹിസ്റ്റോറിയൻസും ഒരുപോലെ സമ്മതിക്കുന്ന എഴുത്താണ് ടാസിറ്റസിന്റെ അനൽസ് ഓഫ് ടാസിറ്റസ്. ഏത് അപ്പോളജിസ്റ്റുമാർ സംസാരിച്ചാലും ടാസിറ്റസ് പറഞ്ഞ കാര്യം പറയാതെ അവർ മുന്നോട്ട് പോവുകയില്ല. We have very clear evidence Jesus was there in the first century. Clear evidence is written by Tacitus in his annals or in his writings, and in chapter 1544 we read that which gives us clear evidence of Jesus' existence, his death, and everything is clearly mentioned there. നമുക്കൊരു പ്രൈസ് ലോർഡ് പറഞ്ഞാലോ? Praise the പ്രൈസ് Lord. ലോർഡ്. ഒരു Josephus please first. don't forget that name, Josephus. Josephus, Pliny the younger, Pliny. governor of Bithynia during the time of during the Trajan. Trajan. രണ്ടാമത്തെ ഹിസ്റ്റോറിയൻ സെറ്റോണിയോസ്. മൂന്നാമത്തേത് ദ ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ ടാസിറ്റസ്. അദ്ദേഹത്തിന്റെ എഴുത്ത് വായിച്ചാൽ യേശു എന്നാ ജീവിച്ചിരുന്നേ, എങ്ങനെയാ മരിച്ചേ, ആരുടെ കാലത്താ മരിച്ചെന്നെല്ലാം കൃത്യമായ എവിഡൻസ് അദ്ദേഹത്തിന്റെ അനൽസ് ഓഫ് ടാസിറ്റസ് എന്ന ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റിനകത്ത് ഇന്നും അവൈലബിൾ ആണ്. The Annals of Tacitus is a clear evidence that Jesus existed, and a very clear history is given there. ഇനിയും എനിക്കറിയാം പ്രായമുള്ളവർക്കൊക്കെ സൂമിൽ കൂടെ ആണെങ്കിലും നിങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരിക്കും. ഞാൻ ഈ കുഞ്ഞുങ്ങൾ കോളേജിൽ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ പഠിച്ച് മറുപടി കൊടുത്തപ്പോൾ ഒത്തിരി ആശ്വാസം. നിങ്ങൾ ഒരിടത്ത് പോയാൽ പോലും നമ്മുടെ കർത്താവിന്റെ കാര്യം പറഞ്ഞാൽ വി ഹാവ് സ്ക്രിപ്ചർ. ഇഫ് യു ഡോണ്ട് ബിലീവ് ഇൻ സ്ക്രിപ്ചർ വി ഹാവ് നോൺ ബിബ്ലിക്കൽ എവിഡൻസസ്. So if anybody questions you, the way you defend, we have scripture to defend, but if they don't believe, we have other resources that give us evidence that Christ existed. Fourth Roman historian പേരാണ് തല്ലൂസ്. The fourth Roman historian is Thallus. അദ്ദേഹത്തിന്റെ ബുക്കിനകത്ത് അദ്ദേഹം എഴുതി വെച്ചേക്കുന്നതാണ് who wrote about the darkness that occurred during the time of the crucifixion. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഞ്ചുറി ജീവിച്ചിരുന്ന ആളുകളാണ്. കണ്ടോ, എന്നിട്ട് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് ഇരുട്ടുണ്ടായ കാര്യം തന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുകയാണ്. Thallus in his book wrote about the darkness that existed at the time of Jesus' crucifixion. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി, ഒരു ജൂവിഷ് ഹിസ്റ്റോറിയന്റെ ഡോക്യുമെന്റ് നമ്മൾ കണ്ടു. 4 റോമൻ ഹിസ്റ്റോറിയൻസിന്റെ ഡോക്യുമെന്റ്സിലൂടെ നമ്മൾ ജീസസിനെ കണ്ടു. ഇനി സ്ലൈഡ് ഉണ്ടോ? So we saw about one Jewish historian who gave about the history, and 4 Roman historians. ആ സ്ലൈഡിന് മുമ്പ് ഞാൻ ഒരു 2 പേര് നിങ്ങളോട് പറയാം, ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന 2 പേര് they were Greek historians. So next, the 2 names are the Greek historians. 1 Jew, 4 Rome, 2 Greek. ആ ഗ്രീക്കുകാരുടെ പേര്, ഒരാളുടെ പേര് ഇതാണ്, ലൂസിയനോ സമോസാറ്റ, സ്പെല്ലിംഗ് LUCIAN, ലൂസിയൻ ഓഫ് സമോസാറ്റ, SAMOSATA. So Lucian of Samosata. അദ്ദേഹം ക്രിസ്ത്യൻസിനെ കളിയാക്കിയ ഒരു വാചകം ഇതാണ്. He made fun of Christians like this. ബിഗിനിങ് ഓഫ് സെക്കൻഡ് സെഞ്ചുറി, ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണ്. The Greek historian in the beginning of the 2nd century, he made fun of Christians. അദ്ദേഹം പറയുകയാണ്, the early 2nd century ridiculed Christians because they worshipped a man, and he called Jesus a sage whom the Jews executed. അദ്ദേഹത്തിന്റെ എഴുത്താണ്. So he wrote that they're worshipping a man whom the Jews executed. അതായത് യഹൂദന്മാര് കൊന്നുകളഞ്ഞ ഒരു മനുഷ്യനെ ആരാധിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അദ്ദേഹം ഒരു മുനിയായിരുന്നു. സേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു മഹർഷിയായിരുന്നു എന്നാണ് പറഞ്ഞത്. They said Jesus was a sage, and they're worshipping a sage, and whom the Jewish people have crucified. His name was Lucian. His name was Lucian, the Greek. ഒരു ഗ്രീക്ക്
ഹിസ്റ്റോറിയൻ കൂടെ ഉണ്ട് 2nd സെഞ്ചുറിയിൽ. അദ്ദേഹത്തിന്റെ പേര് മാറ ബെൻ സെറാപ്പിയോൺ. മാറ ബെൻ BEN ബെൻ സെറാപ്പിയോൺ SERAPION സെറാപ്പിയോൺ. Mara ben Serapion is another Greek historian. He described Jesus as a wise king whom the Jews killed. He also talked about the wise king's teachings and the exile of his followers. So he wrote about Jesus as a wise king and the teachings of Jesus, the wise king, and the exile of his followers. നോക്കിക്കേ, ഒരു ജ്ഞാനിയായ രാജാവായിരുന്നു യേശു എന്നും ആ യേശുവിന്റെ ക്രൂസിഫിക്ഷന് ശേഷം തന്റെ ഫോളോവേഴ്സ് എല്ലാം ചെതറിയോടി എന്ന് നമ്മൾ ആക്സിൽ വായിക്കുന്നില്ല 8ാം അധ്യായത്തിനകത്ത്. എല്ലാവരും എന്ത് ചെയ്തു? ചെതറിയോടി. നോക്കിക്കേ, അങ്ങനെങ്കിൽ നമ്മുടെ കർത്താവിനെ പറ്റി, ആ ഹിസ്റ്റോറിസിറ്റിയെ പറ്റിയൊക്കെ ഇന്നും ചോദ്യം ചെയ്യുന്ന ആളുകൾ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കാം. ഞാൻ ചില ആളുകളുടെ പേര് പറയുന്നില്ല, ഒരു പക്ഷേ നിങ്ങൾ ആ പുസ്തകം എല്ലാം എടുത്ത് വായിച്ച് ഞാൻ തന്നെ പിന്നെ അതിനെല്ലാം മറുപടി പറയേണ്ടതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആ പുസ്തകങ്ങളൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ ഫ്രീ ആണ്, അവൈലബിൾ ആണ്. You know, few people when you're out in the world may ask you such questions on Christ, but there are books that are available that talk against Christ, and they are easily available in your libraries. But when people ask you such questions, ധൈര്യമായിട്ട് ജീസസിന്റെ ഫോളോവർ ആണെന്ന് പറയാൻ അഭിമാനിക്കണം. You must be proud to say that you are a follower of Jesus Christ. സ്ക്രിപ്ചറിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കിയ ഉണ്ടല്ലോ, തിരുവെഴുത്തം എന്നല്ലാതെ നമ്മൾ പറയല. If you understand the authenticity of the scripture that we carry, you will be proud. We always say scripture. You will always say scripture. അതിനോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ, when Bible speaks, God speaks. Well, like I tell you, you must love the scripture so much that when the Bible speaks, the God speaks to you through the Bible. അത്ര സീരിയസ് ആണ്. It is very serious. കുഞ്ഞുങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ, when the Bible speaks, God speaks. When the Bible speaks, God speaks to us. Praise the Lord. Hallelujah. അതൊന്ന് വായിച്ചു നോക്കിയേ, ആ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്രെയിൻ ബ്ലൂബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസിനെ പറ്റി എഴുതിയ ഒരു ഇവാഞ്ചലിക്കൽ ബോൺ അഗെയിൻ സ്കോളറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്താണ്, ഐ തിങ്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ നെയിം ദ റിലയബിലിറ്റി ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്യുമെന്റ് സംതിങ്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ, ഞാൻ നോട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, എന്റെ ടാബിനകത്തുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒറിജിൻ, ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് നെയിം, ഒറിജിൻ. 3rd സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു ചർച്ച് ഫാദർ ആണ് ഒറിജിൻ. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പോള് കഴിഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് സ്കോളർ ദ ക്രിസ്ത്യാനിറ്റി ഹാസ് എവർ സീൻ വാസ് ഒറിജിൻ. The Origen is one of the greatest scholar after Paul that Christianity has ever seen. ഈ ഒറിജിന് ശേഷം വരുന്ന ഏറ്റവും ടോപ്പ് സ്കോളർ ആണ് അഗസ്റ്റിൻ. After Origen, another great scholar was Augustine. അതിനുശേഷം വരുന്ന പേരാണ് ജോൺ ഓഫ് ഡെമാസ്കസ്. അതിനുശേഷം വരുന്ന പേരാണ് തോമസ് അക്വിനാസ്. അതിനുശേഷം വരുന്ന പേരാണ് ജോൺ കാൽവിൻ, മാർട്ടിൻ ലൂതർ. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ദൈവദാസന്മാരൊക്കെ അങ്ങനെയാണ് ആ സ്കോളർലി ലൈൻ നമുക്ക്. The scholarly line is followed by many people, and you will know the latest one is Martin Luther and Edward multiple people. ഇവിടെ ഈ ഒറിജിൻ തന്റെ ഒരു ബുക്കിന്റെ പേരാണ് Against Celsus. Origen wrote a book called Against Celsus. ആ ബുക്കിനകത്ത് ഈ സെൽസസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയെ 3rd സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ആളാണ്. Celsus was a person who attacked Christianity in the 3rd century. നിങ്ങൾ ആ ലാസ്റ്റ് ലൈൻ കണ്ടല്ലോ, ഈ സെൽസസ് who attacks Christian belief on numerous fronts. You see the last statement that says Celsus attacked Christians on numerous times. അതുപോലെ ക്രിസ്ത്യാനിറ്റി ആക്രമിച്ചപ്പോൾ ഒറിഗൻ തനിക്കെതിരെ ബുക്ക് എഴുതി Against Celsus. So when Christianity was attacked, Origen wrote a book for Christianity. ഈ സെൽസസ് എന്തൊക്കെയാ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി അവമാനിച്ചെന്നറിയാമോ?
Do you know how Celsus accused Christianity? പക്ഷേ അദ്ദേഹത്തിന്റെ ആ അക്യൂസേഷനാണ് ഒറിജിൻ മറുപടി കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അക്യൂസേഷന് മറുപടി കൊടുക്കേണ്ട. His accusation was the evidence of our historical Jesus. His accusations was the evidence of our Jesus. അദ്ദേഹത്തിന്റെ അക്യൂസേഷനിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യം മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞത് ജീസസ് ലീനിയേജ് ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് calls his mother Mary an adulteress, attributes his miraculous powers to sorcery that he learned in Egypt, and charges that he used these powers erroneously to claim his own divinity. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ മേരിയുടെ മോനാണെന്നുണ്ട്, അത്ഭുതം ചെയ്യുന്നയാളാണെന്നുണ്ട്, ഈജിപ്തിലായിരുന്നു അല്ലെങ്കിൽ ആ മിഡിൽ ഈസ്റ്റേൺ ഭാഗത്തായിരുന്നു എന്ന് നമുക്ക് ഈ ഒറിജിൻ അദ്ദേഹത്തിന്റെ അക്യൂസേഷന് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അക്യൂസേഷൻ ഈസ് ദ വെരി ക്ലിയർ എവിഡൻസ് ഓഫ് ജീസസ് ആരാണെന്നും ജീസസിന്റെ മദർ ആരായിരുന്നെന്നും ജീസസ് എന്തൊക്കെയാണ് ചെയ്തതെന്നും എവിടെയാണ് താമസിച്ചതെന്നും ഒക്കെ അദ്ദേഹത്തിന്റെ അക്യൂസേഷനിൽ നമുക്ക് കൃത്യമായ എവിഡൻസ് ഉണ്ട്. ആർക്കും നിരാകരിക്കാൻ പറ്റത്തില്ല. വി ഹാവ് ന്യൂമറസ് എവിഡൻസസ് ഫ്രം ദ നോൺ ബിബ്ലിക്കൽ സോഴ്സസ് ജീസസ് എക്സിസ്റ്റഡ്. From Celsus' accusations, we know that there's multiple evidences that of Jesus' existence. കുറച്ചൊക്കെ കിട്ടിയോ? ഇനിയും ഈ ജൂവിഷ് യഹൂദന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഇവര് ഈ ക്രിസ്ത്യാനിറ്റി നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഏതോ ഒരു ഭാഗം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇസ്രയേലിന്റെ ഇവിടെ നമ്മുടെ ഷേമ പാസേജ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല. ഷേമ പാസേജ് ഡ്യൂട്രോണമി 6, ഇസ്രയേലിന്റെ ദൈവം ഏകൻ തന്നെ. ഇസ്രയേലേ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏകൻ തന്നെ. അതുപോലെ തന്നെ they have one more prayer, 18 prayer request. ഞാൻ നമ്മുടെ ബൈബിൾ സ്റ്റഡിക്ക് പറഞ്ഞായിരുന്നു ഒരു ഫ്രൈഡേ 18 കാര്യം അവര് പ്രാർത്ഥിക്കാറുണ്ട്. ആ 18 കാര്യം പ്രാർത്ഥിക്കാൻ നേരത്ത് അതിനകത്തെ 12ാമത്തെ കാര്യം 12th അവര് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. ബെനഡിക്ഷൻ പ്രയർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ബെനഡിക്ഷൻ പ്രയർ. Okay, the Jewish people have 18 prayer things, out of which the 12th prayer that they pray, if you put it as benediction prayer, you will see it in Google. അവര് പ്രാർത്ഥിക്കുന്നതിനാ അറിയാമോ? ഈ നസ്രാണികളെ വേരോടെ പറിച്ചു വിടുന്ന കളയണേ എന്ന് പറഞ്ഞാണ്. 1-ാം നൂറ്റാണ്ടിലെ പ്രാർത്ഥനയാണ്. In the first century, they prayed, the 12th prayer was, Lord, destroy these Nazarenes. ഓക്കെ, അങ്ങനെങ്കിൽ അവരെന്തും പ്രാർത്ഥിച്ചോട്ടെ, പക്ഷേ that is the evidence. So let them pray anything, but that is the evidence of about the Nazarene Christ. ഇനിയും ഈ ജൂവിഷിന്റെ റൈറ്റിംഗ്സ് നോക്കിയാൽ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, തൽമൂദ്, തനാക്ക്. ഈ തൽമൂദ് എന്ന് പറഞ്ഞാൽ അവരുടെ റൂൾസ്, റെഗുലേഷൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. I taught you about the Jewish things, Talmud and Torah. അവര് ആ എഴുത്തുകൾക്കകത്ത് ജീസസിനെ പറ്റിയുണ്ട്. In their writings, in Talmud and their Torah and their Tanakh, there's early centuriesലാണ് കേട്ടോ. Those are in the early century writings. അതിനകത്ത് അവരുടെ ഒരു ശാബത്ത് 104 പാർട്ട് ബിക്ക് അകത്ത് അവർ എഴുതി വെച്ചേക്കുന്നത് ജീസസ് വാസ് എ സോഴ്സറർ ഫ്രം ഈജിപ്റ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. In this book they have written that Jesus was a sorcerer from Egypt. കാരണം എന്നാന്നറിയാമോ? ജനിച്ചതും ഈജിപ്തിലേക്ക് പോയതും ആരും അറിഞ്ഞിട്ടില്ല. പിടികിട്ടിയോ? Because nobody knows when after Jesus was born he went to Egypt, but nobody knows that period. എന്നാൽ ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി അവിടുന്ന് നസ്രായൻ എന്ന പേര് കിട്ടേണ്ടതിന് നസ്രത്തിൽ പോയി പാർത്ത് അവിടെ മുതലാണ് എല്ലാവർക്കും യേശുവിനെ അറിയാവുന്നേ. അതുകൊണ്ട് അവരെഴുതി വെച്ചേക്കുകയാണ് അവിടെ പോയി മായാജാലമൊക്കെ പഠിച്ച ഒരുവനാണ് ജീസസ്. അങ്ങനെങ്കിൽ അവരെന്തും എഴുതിക്കോട്ടെ, നോൺ ബിബ്ലിക്കൽ സോഴ്സിൽ നിന്ന് ജീസസ് അവിടെ ഉണ്ട്. So they wrote that Jesus went to Egypt, and then from Egypt he came to Nazareth and he was called a Nazarene. So they're saying that the non-biblical sources prove that there is Jesus and his existence. ഇനിയും വേറൊരു കാര്യം ഉള്ളത്, അതൊക്കെ അക്കാഡമിക് ലെവലിൽ പറയുമ്പോൾ അല്പം കൂടി വിശദമായിട്ട് പറയായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. യേശു കർത്താവ് കല്യാണം കഴിച്ചുണ്ടായതാണെന്ന് ഒരു റെഫറൻസ് ഉണ്ട്. There is a reference that Jesus was born out of wedlock. അതിനകത്ത് ജീസസിന്റെ ഫാദറിന്റെ പേര് അവർ പറയുന്നത്
പണ്ടാര എന്നാണ്. പണ്ടാര. In that just history, they say Jesus' dad's name was Pandara. ഈ പണ്ടാര എന്നുള്ളത് എങ്ങനെ പേര് വന്നെന്നറിയാമോ? How do you know the name Pandara ഈ came? ഗ്രീക്കില് വെർജിൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പാർത്തനോസ് എന്നാണ്. പാർത്തനോസ്, ആ വാക്ക് പാർത്തനോസ്. In Greek, virgin, the term virgin, it's called Parthenos. ഈ പണ്ടേരാസ്, അതിന് ഞാൻ ഒരു പദം ഞാൻ നോട്ട് ചെയ്തുകൊണ്ട് വരാൻ മറന്നുപോയി. ഈ ഹിസ്റ്റോറിയന്മാർ പറയുന്നത് ഈ ഗ്രീക്ക് വാക്ക് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തതായിരിക്കണം ഈ പാർത്തനോസ് പണ്ടാരയായിട്ട് എന്ത് ചെയ്തത്, മാറിയെന്നാണ് അവർ പറയുന്നത്. The Greek word was misunderstood and so Parthenos became Pandara. കാരണം പണ്ടാര എന്നുള്ളത് അവര് എങ്ങനെ പറയണ്ട, അത് ഒരു അങ്ങനെ ഒരു പേര് അന്നത്തെ റോമൻ ഭാഷയിൽ ഇല്ല. അതുകൊണ്ടാണ് അവര് പാർത്തനോസ് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്ത് പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. There was no term as Pandara, so Parthenos was misunderstood. എനിവേ, misinterpreted. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ എഴുത്തുകളിൽ നിന്നെല്ലാം പണ്ടാരയോ പാർത്തനോസോ ടാസിറ്റസോ സോറ്റോണിയോസോ തല്ലൂസോ പ്ലൈനിയോ ഗ്രീക്ക് ഹിസ്റ്റോറിയന്മാരോ ഈ സെൽസസോ ആദ്യം നമ്മൾ പറഞ്ഞു ജോസീഫസോ ഇവരുടെ തൽമൂദിനകത്തുള്ളതോ അല്ലെങ്കിൽ ഇവരുടെ 18 പ്രയർ റിക്വസ്റ്റിനകത്തെ 12ാമത്തെ പ്രയറോ ഇതെല്ലാം നമുക്കെടുത്താൽ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ കാൽപാദം കൊണ്ട് യെരുശലേമിലൂടെ നടന്ന് ജീവിച്ചു മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. From all the historians and from all the different books, those who defended or accused, from all those evidences, we know that Jesus Christ existed, was born, and he walked through the streets of Jerusalem. അവരുടെ തൽമൂദിനകത്ത് എഴുതിയേക്കുന്ന ഒരു വാചകമുണ്ട്. ആ തൽമൂദിനകത്ത് എഴുതിയേക്കുന്ന ഒരു വാചകം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ അതിനകത്തൊരു 2-3 കാര്യമുണ്ട്. Okay. In their Talmud, this is what is written. Okay, it was taught on the day before the Passover, they hanged Jesus. A herald went before him for 40 days. നിങ്ങൾ ആ വാക്കുണ്ട്, ഹെറാൾഡ് വെന്റ് Before him for എന്ന് പറഞ്ഞാൽ ജീസസ് ഒരാളെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഒരു ഹെറാൾഡ് വന്നായിരുന്നു. ഹു വാസ് ദാറ്റ്? John the Baptist. John the Baptist. He will be stoned because he practiced magic and enticed Israel to go astray. Let anyone who knows anything in his favor come forward and plead for him. But nothing was found in his favor, and they hanged him the day before Passover. ശരിയല്ലേ? കർത്താവിന് വേണ്ടി ആരും സാക്ഷ്യം പറയാനായിട്ടൊന്നും വന്നില്ല. അവിടെ 2 കാര്യമുണ്ട്, 3 കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് ജനിച്ചു, ജീവിച്ചു, മരിച്ചു. 2 സ്നാപയോഹന്നാനെ ഓവർലാപ്പ് ചെയ്താണ് കർത്താവ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. 3ാമത്തേത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അത്രയും എവിഡൻസ് അവരുടെ തൽമൂദിനകത്ത് എഴുതി എന്ത് ചെയ്തേക്കുക, വെച്ചേക്കുക. In their Talmud, there's 3 evidences that one, Jesus Christ was born, raised, and died for us, and John the Baptist was the forerunner, and what is the third one, Pastor? He died on the cross. He died on the He cross. hanged. ആരും സഹായിക്കാൻ വന്നില്ല. Nobody came to help him. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തെ ഞാനൊരു 14 പോയിന്റ് ആയിട്ട് സമ്മറൈസ് ചെയ്യാം. 14 points. Jesus was there from non-biblical sources. So 14 points I'm going to give you, the evidences that Jesus existed from non-biblical resources. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചാൽ, if you know these 14 points, ഒരവസരം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയാൽ we can present our Jesus from non-biblical sources. നിങ്ങൾക്ക് ഇതിന്റെ ബിബ്ലിയോഗ്രാഫിയോ ഫുട്നോട്ടോ വേണമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി, ഞാൻ തരാം. ആർക്കും ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. Nobody can defend that there was Christ was not there. I will give you the resources, and if you need bibliography, you can contact me. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്താൽ, ഒന്നാമത്തേത് ജീസസ് lived. First point, Jesus lived. 2, he was a Jew. Second, he was a Jew. 3, he lived in the first third of the first century. He lived in the first third of the first century. നമ്മൾ വായിച്ചതിനകത്തില്ലേ ടാസിറ്റസിന്റെ അകത്ത്? In Tacitus, we read that. 4th one, people believed he had been born out of wedlock, Parthenos. And people believed that he was born out of wedlock. 5ാമത്തെ കാര്യം, ജീസസ് മിനിസ്ട്രി overlapped with John's.
And fifth point, Jesus' ministry overlapped with John the Baptist. Sixth one, Jesus worked wondrous things. Jesus worked wondrous things. ഏഴാമത്തേത് he gathered disciples. അതുകൊണ്ടല്ലേ ചെതറിപ്പോയെ? He gathered disciples. Seventh, he gathered disciples. എട്ടാമത്തേത് ജീസസ് lived in conflict with the Jewish authorities. അതുകൊണ്ടല്ലേ കൊല്ലപ്പെടേണ്ടി വന്നേ? Eighth point, Jesus lived in conflict with the Jewish authorities. ഒമ്പതാമത്തെ കാര്യം നമ്മൾ വായിച്ചതിനകത്ത് മനസ്സിലാകുന്നത് ജീസസ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സോഴ്സറർ who led Israel astray. In the ninth point, Jesus was described as a sorcerer who led the people astray. നമ്മൾ ജോസിഫസിന്റെയും ഇറ്റാലൈസ്ഡ് ആയിട്ട് ചെയ്ത ഫ്രേസിനകത്തൊരു പ്രയോഗമുണ്ട്, അത് നമുക്ക് പത്താമത് എടുക്കാം. Some believed him to be the Messiah. 10th point, some believed him to be the Messiah. ടാസിറ്റസിനകത്ത് എഴുതി നമ്മൾ വായിച്ചത് ജീസസ് വാസ് ക്രൂസിഫൈഡ്. 11th one, ജീസസ് വാസ് ക്രൂസിഫൈഡ് അണ്ടർ Pontius Pilate AD 26 in between 36. That's 11th point. Jesus was crucified by Pontius Pilate in AD 26 to 35. അവരുടെ തൽമൂദ് പറയുന്നത്, one Talmudic tradition says he was hung, but some early writings use hung for suspension on a pole. So the Talmud says we have references. He was hung, and he was hung for suspension from a pole. ജോസിഫസിന്റെ എഴുത്തുകളും ടാസിറ്റസിന്റെ സെറ്റോണിസിന്റെ എഴുത്തുകളോടും ചേർത്ത് വായിച്ചാൽ ജീസസ് വാസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ സീൻ റേസ്ഡ് ഫ്രം ദ ഡെഡ് ബൈ ഹിസ് ഫോളോവേഴ്സ് ഹു നൗ വർഷിപ്പ് ഹിം ആസ് എ ഗോഡ്. അത് പാട്ടുപാടിയാണ് അവർ കൂടി എന്ത് ചെയ്ത് അവരെല്ലാ ആഴ്ചയിലും കൂടി വന്നത്. Jesus was raised up and was declared by his followers, and they worshipped him as God. നമ്മള് തന്റെ സഹോദരനായ ജെയിംസിന്റെ കാര്യം പറയുന്നിടത്ത് നമ്മൾ ആ ഭാഗം ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഹിസ് ബ്രദർ ജെയിംസ് വാസ് മാർട്ടിയേർഡ് ഇൻ AD 62 by the high priest Ananias. By Ananias, the high priest, his brother James was martyred in AD 62. We have an abundance of non-biblical sources to prove the existence of our Lord, great God, Jesus. So we have enough and more proof of God, Jesus Christ's existence. Praise the Lord. Praise the Lord. ബൈബിളിൽ നിന്നൊരു ശക്തമായ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. Let's read a word from the scripture and we can turn with me to Luke 3. Luke chapter 3. എടുത്തോ എല്ലാവരും? Luke 3. ഒന്നും രണ്ടും വാക്യം ഒന്ന് വായിച്ചേ. 1 and 2 verses. Verse 1 and 2. In the 15th year of the reign of Tiberius Caesar, when Pontius Pilate was governor of Judea, Herod tetrarch of Galilee, his brother Philip tetrarch of Iturea, and Trachonitis and Lysanias tetrarch of Abilene, during the high priesthood of Annas and Caiaphas, the word of God came to John, son of Zechariah, in the wilderness. He went into all the country around the Jordan, preaching a baptism of repentance for the forgiveness of sin. As it is written in the book of the words. നിങ്ങൾ കണ്ടോ ഈ ഒരു പാരഗ്രാഫ് ആർക്കെങ്കിലും ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡന്റിന് നിഷേധിക്കാൻ പറ്റുമോ? Can any student of history deny this first part of the scripture? No. Nobody can deny. ഇവര് വാഴ്ചയിൽ ഇരിക്കും കാലത്താണ് യോഹന്നാൻ ജനിക്കുന്നത്. ഇവര് വാഴ്ചയിൽ ഇരിക്കും കാലത്താണ് യേശു ജനിക്കുന്നത്. During the reign of these people was when John the Baptist was born and Christ was born. എല്ലാ എവിഡൻസിനേക്കായിട്ടും ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് എന്ന് അവർ വിളിച്ചോട്ടെ. നമുക്കിത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണ്, ഇൻഫാലിബിൾ ആണ്, ഇന്നറന്റ് ആണ്. This scripture that we have is inspired and infallible and inerrant. ഒരു വേൾഡ്ലി മാന്, ഒരു ഹിസ്റ്റോറിയന് ഇതൊരു ഹിസ്റ്റോറിക്കൽ ബുക്കാണ്.
we have sufficient evidence in scripture too. This may be a historical book for some of the worldly people, but this scripture has sufficient in things for us. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈ വിക്കിപീഡിയയിലും ഗൂഗിളിലും ഒക്കെ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചേക്കുന്ന പോലെ ഇതൊരു മിത്തല്ല. Our Christ is not a myth. He was a real person. He was a real person. നമുക്ക് വളരെ കൃത്യമായ എവിഡൻസസ് തിരുവെഴുത്തിനകത്തുണ്ട്. Abundance of evidences from non-biblical sources. We have clear evidences in the scriptures as well as in the non-biblical resources. Yeah. എന്നെ കേൾക്കുന്ന എല്ലാവരോടും നാളെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ there is a chances. If in the future, if you are challenged with such questions, stand for Christ. Stand for Christ and give those answers. എവിടെയും ധൈര്യമായിട്ട് പറയണം. Boldly you can answer this. ഇതെല്ലാം പഠിക്കണം. You should have all this information. ഞാൻ നിങ്ങളോട് പറയാം, ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രസന്റ് ചെയ്തപ്പോൾ ഒരാള് പോലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നില്ല. When I presented this last week, defended the scriptures, nobody came to question us again. നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ കാര്യങ്ങൾ നല്ലപോലെ പഠിക്കണം. You must study your college lessons. അതുപോലെ തന്നെ അതിനേക്കാൾ വളരെ പ്രാധാന്യതയാണ് ഇതൊക്കെ പഠിക്കുക എന്നുള്ളത്. In the same manner, you must also give importance to the scripture and know the scriptural data. ഞാൻ ആത്മാർത്ഥത്തോടെ ചോദിക്കട്ടെ, ഇതൊരല്പം കേൾവിക്കൊരു സുഖമുള്ള കാര്യമായിരുന്നില്ലെങ്കിലും God did something. I hope you got something, even though it was not pleasant to hear. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ട എത്രയൊരു കാര്യം. I think all of you should understand it. ഈ രാവിലെ മേശപ്പുറത്തുനിന്ന് ഒരു ബൈബിൾ എടുത്തുകൊണ്ട് സൺഡേ വരുന്ന ആ പരിപാടി നിർത്തണം നമ്മൾ. We have to stop doing that, just picking up any Bible from the shelf and coming to church. എപ്പോഴും പറയുന്ന പോലെ ഇൻസ്പയർഡ്, ഇൻഫാലിബിൾ, ഇന്നറന്റ് സ്ക്രിപ്ചർ. The scripture is inspired, infallible and inerrant scripture. 2000 വർഷമായിട്ട് ഈ പുസ്തകത്തെ ആക്രമിക്കുകയാണ്. നമ്മുടെ ആരുടെ സഹായം വേണ്ട. Still this book is standing. For the past 2000 years, there's accusations and people are defending this book, but we don't need anybody's support, but the book stands for itself. Praise the Lord. Amen. Praise the Lord. നമ്മുടെ കരവരുത്തി കഥാവിന് സ്തോത്രം പറയാമോ? Praise God. Praise the Lord. Hallelujah.